ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഒന്ന് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം, ആവശ്യമാണെങ്കിൽ മാറ്റാം. പിന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു മൈനർ ചെക്കപ്പായിട്ട് ചെയ്യാം, ജനറൽ സർവീസ് അല്ല, മൈനർ ചെക്കപ്പായിട്ട് ചെയ്യാം. വാട്ടർ സർവീസ് ചെയ്യാം. ഹാൻഡിലിൻ്റെ സൈഡിൽ വരുന്ന എൻഡ് ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ അത് മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കട്ടെ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി. വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് വണ്ടി ആക്സിലേറ്റർ കുറച്ചിട്ട് കുറയ്ക്കുമ്പോൾ ഹാൻഡിലുമൊക്കെ ചെറിയൊരു ഷിവറിങ് പോലെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷൻ്റെ ബെയറിങ് പോയേക്കണതാണ്. ആരംഭമാണ്, തീരെ മോശമായ അവസ്ഥയിലല്ല. പക്ഷേ ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ നമ്മൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിലിൻ്റെ കണ്ടീഷനും മോശമാണ്, അതായത് ലെവല് കുറവുണ്ട്. നമ്മൾ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ സ്റ്റിക്കിൽ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഓയിൽ നോക്കുമ്പോൾ ആകെ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓയിൽ നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്തു. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഫുള്ള് തീർന്നേക്കാണ്. ഫുൾ തീർന്ന് പ്ലേറ്റുമ്മേക്ക് കയറി പിടിച്ചു തുടങ്ങി. ഡെസ്ക് പ്ലേറ്റുമ്മേക്ക് കയറി പാഡ് സെറ്റ് പിടിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കംപ്ലയിൻസുകളും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ബാക്കിയത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡറാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. നമുക്കിത് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തെങ്കിലും മാറ്റിയിടണം, ഈ റബ്ബർ കട്ടകൾ കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അതിൻ്റെ ബെയറിങ് ഓൾറെഡി പോയിരിക്കുക. ഈ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബെയറിങ് കൂടി സ്പോക്കറ്റ് ബെയറിങ് മാറ്റണം. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻ്റെ ബെയറിങ്, അതായത് ഇവിടെ തുടങ്ങി ഇങ്ങോട്ടേക്ക് വരുന്ന സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നീഡിൽ ബെയറിങ്ങും കോളർ ബുഷും വരുന്നുണ്ട്. അതും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് അത് ശരിക്കും 100% കംപ്ലൈൻ്റ് അല്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിന് ഏകദേശം അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാതെ ചെയിൻ സ്പോക്കറ്റ് കയറ്റിയിട്ടാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നിലവിൽ വണ്ടി ഓടുന്തോറും കംപ്ലയിൻറ്റ്സ് കാണിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇനി അതിൻ്റെ ഗ്രാജുവലി കൂടും, പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഷിവറിങ് പോലെ കാണിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആ സമയത്ത് ചെയിൻ സ്പോക്കറ്റിലും അത് അനുഭവപ്പെടും. സ്പോക്കറ്റിന് ലൈഫ് ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും. അപ്പോൾ കൂട്ടത്തിക്കടെ നമ്മൾ അതുകൂടി മാറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ തന്നെ നമുക്കത് വണ്ടി ഓടിയേക്കണത് ശരിക്കും പറഞ്ഞാൽ 1,13,300 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ മീറ്ററിൽ കാണുന്നുണ്ട്. ഓൾറെഡി മീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ പൊട്ടിക്കിടന്നിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മീറ്ററിൽ കാണുന്നത് അത്ര കിലോമീറ്റർ ഓടിയേക്കണതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാം, അതേപോലെ തന്നെ സ്പോക്കറ്റ് ബെയറിങ് മാറ്റാം, വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റാം, ബ്രേക്ക് ഷൂ നമുക്ക് അതുതന്നെ ഉപയോഗിക്കാം. പിന്നെ സസ്പെൻഷൻ്റെ ഇവിടെ വരുന്ന നീഡിൽ ബെയറിങ്ങും അതിൻ്റെ കോളറും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ഭാഗം കറക്റ്റായിട്ട് പോകുള്ളൂ. ചെയിൻ സ്പോക്കറ്റ് പുതിയത് മാറ്റിയിട്ടാൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കേസ്, ആദ്യത്തെ ഒരു 500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ലൂസായിട്ടുണ്ടാവും. നമ്മളിത് അറിയാതെ വണ്ടി ഓടിക്കരുത്. കാരണം 500 കിലോമീറ്ററിനുള്ളിൽ ഉറപ്പായിട്ടും ചെയിൻ കയറ്റി ടൈറ്റ് ചെയ്യണം. കാരണം ഇത് ലെങ്ത്തുള്ള മോഡലാണ്, ഇത്രയും ലെങ്ത്ത് വന്ന ചെയിനാണ്. അപ്പോൾ നമുക്ക് ആ ചെയിൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടോ. അപ്പോൾ അത് കറക്റ്റ് ആ പ്ലേയിലേക്ക് ടൈറ്റ് ചെയ്ത് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഓടുന്ന സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. ഇങ്ങനെ കയറി ഇറങ്ങി ഓടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെയിൻ ഓവർലാപ്പിംഗ് വന്നു പോകും. അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെയിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും. അപ്പോൾ ഫസ്റ്റിലത്തെ 500 കിലോമീറ്ററിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മുടെ ഓട്ടം അനുസരിച്ചിട്ട് ഏകദേശം ഒരു 1000 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെയിൻ ഫുള്ളായിട്ട് അടിച്ചിട്ടല്ല നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് അടിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓൾറെഡി ചെയിൻ്റെ അവസ്ഥ മോശമാവുണ്ടാവും. അതങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ ചെയിൻ കംപ്ലയിൻ്റ് ആവും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഞാനത് ആ എസ്റ്റിമേറ്റിനകത്ത് ഈ സസ്പെൻഷൻ ബെയറിംഗ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയണേ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് പെർമിഷൻ കിട്ടിയാൽ നമ്മൾ ചെയ്യുമോ എന്തെങ്കിലും. എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കഴുകണം നന്നായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഈ സീറ്റിൻ്റെ ഈ വന്ന ഭാഗത്തൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. എവിടെയെങ്കിലും തുരുമ്പ് ചേസിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുമ്പോൾ തന്നെ റിപ്ലൈ ഇടാനായിട്ട് നോക്കാം. കാരണം ഞാൻ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അതും പ്രകാരം നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.